അത് നാം വാഴ്ത്തപ്പെടാകട്ടെ. കൃപയാൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ഒരുമിച്ച് AIPAPC നടത്തിവരുന്ന വചന പ്രഭാഷണ പരമ്പരയിലൂടെ സന്ധിപ്പാനായി ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെയും അറിയിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ആദിമസഭ മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പഠിച്ചു നോക്കിയാൽ വേർപാടിന്റെ ഒരു അനുഭവം കാത്തു സൂക്ഷിച്ച ഒരു സമൂഹമായിരുന്നു ആദിമ ക്രിസ്തീയ സഭ എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. സഭയുടെ വളർച്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരാൽ സുവിശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പടരുവാൻ ഇടയായിത്തീർന്നു. ആ ലഭിച്ച സുവിശേഷത്തിന്റെ അഗ്നി ദേശത്ത് ആളിക്കത്തുവാൻ ഇടയായിത്തീരുന്നതിന്റെ ഫലമായി അനേകർ മാനസാന്തരപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളെ തീരുവാൻ ഇടവന്നു. ആദിമസഭയിൽ നിലനിന്നതായ വിശുദ്ധിയും വേർപാടും സമർപ്പണവും പ്രാർത്ഥനയും കൂട്ടായ്മയും എല്ലാം ആ നിലയിൽ മുന്നോട്ട് വന്ന വ്യക്തികളുടെ ജീവിതത്തിലും നിലനിന്നിരുന്നു നമുക്ക് കാണാൻ കഴിയും. നാൾ കാലം മുന്നോട്ട് പോകവേ ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിക്കും വേർപാടിനും പകരമായി ലോകമയത്വം കയറി വരുവാൻ ഇടയായിത്തീർന്നു. ലോകമനുഷ്യനെ പോലെ അധികാരത്തിനും സ്ഥാനങ്ങൾക്കും പദവികൾക്കും ദ്രവ്യസമ്പാദനത്തിനൊക്കെ വേണ്ടി ആത്മീയ വിഷയങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുവാനും ആ നിലകളിൽ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുവാനൊക്കെയും പലപ്പോഴും പിശാച് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു പരിധി വരെ പിശാച് ആ കാര്യങ്ങൾ ജയിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഇന്നും ദൈവസഭയ്ക്കകത്ത് ദൈവജനത്തിനകത്ത് അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലികൾ, സ്ഥാനമാനം കൊണ്ടുള്ള വടംവലികൾ, ഗ്രൂപ്പിസം എന്നു വേണ്ട ഒരിക്കൽ വിശുദ്ധന്മാർ ഉപേക്ഷിച്ചതെല്ലാം തിരികെ എടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവസഭ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതേസമയം ഇന്നത്തെ ദയനീയ അവസ്ഥ കണ്ട് വിലപിക്കുന്ന, അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, വിശുദ്ധിയിലും വേർപാടും ജീവിക്കുന്ന, വലിയ വില കൊടുത്തും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഉണ്ട്. എങ്കിൽ തന്നെയും ലോകമയത്വം ചിലരുള്ളിൽ കയറി വന്നത് ദൈവസഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്ന സ്നേഹിതരെ, രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കാം, സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരു കാര്യം ഓർക്കണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഈ ലോകത്തെ വേണ്ട എന്ന് പറഞ്ഞ് ലോകത്തിന്റെ ഇമ്പങ്ങളെ ഉപേക്ഷിച്ച്, ലോകത്തിന്റെ ദാടിമോടികളെ ഉപേക്ഷിച്ച്, ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കത്തക്ക രീതിയിൽ, ലോകമയത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന രീതിയിൽ തങ്ങളെ സമർപ്പിച്ച് അനുതിരിച്ച വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ശാന്തമായി നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എൻ്റെ ജീവിതത്തിൽ ലോകമയത്വം കയറി വരുന്നുണ്ടോ? എല്ലാ പ്രൗഢികളും ഉപേക്ഷിച്ച്, എനിക്ക് ലഭിക്കേണ്ട ആരാധനയും സ്തുതിയും മഹത്വവും എല്ലാം ഉപേക്ഷിച്ച് താണലോകത്തേക്ക് ഇറങ്ങി വന്ന് നരകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ പലപ്പോഴും സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും പദവികൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഇവർ വിശ്വസിക്കുന്ന, പ്രസംഗിക്കുന്ന യേശു ഏത്, ഇവർ വിശ്വസിക്കുന്ന വചനം ഏത്, ഇവർ അനുഷ്ഠിക്കുന്ന ഉപദേശങ്ങൾ ഏതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിൽ ഏതെങ്കിലും പാഴ്ചകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നെങ്കിൽ വിട്ടുപോരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ സമയങ്ങളുടെ സന്ദേശം കൈമാറുക. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആവശ്യപ്പെടുക. ഈ സന്ദേശം അവഗണിച്ചു പോകാനല്ല, മറിച്ച് അതനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തോടുള്ള സ്നേഹബന്ധം മുറിച്ചു കളയുന്ന, ദൈവത്തോടുള്ള വ്യക്തിബന്ധം മുറിച്ചു കളയുന്ന ഏതെങ്കിലും നിലകളിലുള്ള ഒരു ഭാവപ്രവൃത്തി ദോഷപ്രതിനിധിയിലുണ്ടെങ്കിൽ ഓർക്കുക, ലോകമയമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. നീ ഒരു ശത്രുവായി ജീവിക്കാനല്ല, ഇണങ്ങി ജീവിപ്പാൻ നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക. എന്നാൽ നിനക്ക് അഭിവൃദ്ധി വരുമെന്ന് നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അത്തരത്തിൽ ദൈവമായിട്ട് ഇണങ്ങിപ്പോകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ വിജയപ്രദമായി ജീവിതം നയിച്ചുകൊണ്ട് ലോകത്തോടെ പൂർണ്ണമായി വേർപെട്ട് നിൽക്കും. കർത്താവിന്റെ വരുന്ന നാളിൽ നല്ലവനും വിശ്വസനമായ ദാസനെ ഉള്ളിയേൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കപ്പെടാട്ടെ. ഒരുപക്ഷെ അതിന്റെ കൂടെ ആരാധിക്കുന്നവർ, ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്നവർ, ഇതിന്റെ സഭയിൽ സംഘടനയിലൊക്കെയുള്ള നേതാക്കന്മാരോ മറ്റുള്ളവരൊക്കെ ഒരു പക്ഷേ അനീതിയുടെ വക്താക്കളായി മാറിയിട്ടുണ്ടാകാം. പക്ഷേ നീ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വചനം പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശദീകരിക്കട്ടെ. അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ചത് കർത്താവ് ഒരുപാട് സമയമായിരിക്കുന്നു. ജീവിതത്തെ സൂക്ഷിക്കുക, ബൈബിൾ ജീവിക്കുക, വിശുദ്ധിയിൽ ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ശത്രു നമ്മെ ആരെയും തോൽപ്പിക്കുവാൻ ഇടവരരുത്. വളരെ ഉത്തരവാദിത്വബോധത്തോടെ സമർപ്പണത്തോടെ ക്രിസ്ത്യ ജീവിതം നയിച്ച് വിശ്വസ്ത സാക്ഷികളായി തരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പ്രാർത്ഥനാ സഹായം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. നമ്മുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.